മെസ്സി വിവാദത്തിൽ സ്പോൺസറുടെ അനുമതി രേഖകൾ തേടി ഇഡി. റിസർവ് ബാങ്കിന് കത്തയക്കും. ലയണൽ മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിന് AFAയുമായി നടത്തിയ പണമിടപാടുകൾ RBI അനുമതിയോടെ തന്നെയായിരുന്നു എന്നാണ് സ്പോൺസറുടെ വാദം. സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് വിദേശത്തേക്ക് പണമയച്ചതിൽ വ്യക്തത വരുത്താൻ ബാങ്കുകൾ നൽകിയ ഇമ്പോർട്ട് ഔട്ട്സ്റ്റാൻഡിംഗ് റിപ്പോർട്ടുകളും ഇഡി പരിശോധിക്കുകയാണ്. വിദേശത്തേക്ക് വലിയ പണമിടപാടുകൾ നടത്തുന്നതിന് RBIയോട് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അനുമതി തേടിയിരുന്നോ എന്നും ലഭിച്ചിരുന്നോ എന്നും കണ്ടെത്തേണ്ടതുണ്ട്. RBI അനുമതി ലഭിച്ചാലും തുടർന്നുള്ള സാമ്പത്തിക ഇടപാടുകൾ സുതാര്യമല്ലെങ്കിൽ നടപടികൾ നേരിടും. വിദേശത്തേക്ക് വൻതുകകൾ അയക്കുകയും തത്തുല്യ മൂല്യം തിരികെ എത്താതിരിക്കുകയും ചെയ്താൽ ബാങ്കുകൾ വിവരം ഇഡിക്ക് നൽകാറുണ്ട്. ബാങ്കുകളുടെ ഇമ്പോർട്ട് ഔട്ട്സ്റ്റാൻഡിംഗ് റിപ്പോർട്ടുകളും ഇഡി പരിശോധിക്കും. പണം അയക്കുന്നതിന് കാലതാമസം വരുത്തിയതിന് സ്പോൺസറുമായുള്ള കരാർ 2 തവണ AFI റദ്ദാക്കിയിരുന്നു. പിന്നീട് പണം അയച്ചിരുന്നോ എന്നതിലും വ്യക്തതയില്ല. മെസ്സിയെയും ടീമിനെയും എത്തിക്കാൻ 126 കോടി രൂപ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് നൽകിയെന്ന് സ്പോൺസറായ ആൻഡോ അഗസ്റ്റിൻ അവകാശപ്പെട്ടിരുന്നു. ദുരൂഹ വിദേശ പണമിടപാടുകളിൽ വിവരശേഖരണം ആരംഭിച്ച ഇഡി പരിശോധന പൂർത്തിയാക്കി. വിദേശ നാണ്യവിനിമയ ചട്ടലംഘനം കണ്ടെത്തിയാൽ വൈകാതെ ECI രജിസ്റ്റർ ചെയ്ത് അന്വേഷണത്തിലേക്ക് കടക്കും. ജനം, കൊച്ചി.